വേഗം പുറകിലെ ഡോർ നന്ദിനി തുറന്നു കൊടുത്തു. ശിവ നച്ചുവിനെ മെല്ലെ കയറ്റിയിരുത്തി അവനും കൂടെ കയറി. നന്ദിനിയും കയറിയതോടെ വണ്ടിയെടുത്തു. നേരെ അവരുടെ ഹോസ്പിറ്റലിലേക്ക് തന്നെ പോയി. രാവിലെ ആയതുകൊണ്ട് കാഷ്വാലിറ്റിയിലുള്ള ഡോക്ടറെ കാണിച്ച് ട്രിപ്പ് ഇട്ട് കിടത്തി. ബ്ലഡും ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അവരൊക്കെ അവിടെ ഇരുന്നു. ശിവ, നന്ദനെ വിളിച്ചൊന്ന് പറഞ്ഞേക്ക്. അവരൊക്കെ ഇപ്പൊ എങ്ങോട്ട് വരില്ലേ അമ്മ? വെറുതെ വിളിച്ച് ടെൻഷനാക്കണോ? ശിവ പറഞ്ഞത് ശരിയാ നന്ദിനി. വിളിച്ച എല്ലാവരും പേടിക്കും. എങ്കിൽ പിന്നെ വരുമ്പോ പറയാം. കുറച്ചു കഴിഞ്ഞപ്പോ തന്നെ നച്ചുവിന് ക്ഷീണം കുറഞ്ഞതുപോലെ തോന്നി. മോളെ, ഇപ്പൊ എങ്ങനെയുണ്ട്? കുറച്ച് ആശ്വാസം ഉണ്ട് ആന്റി. പപ്പൊക്കെ വരാനായില്ലേ? ശിവ പറഞ്ഞു. വിളിച്ച് എല്ലാവരും വെറുതെ ടെൻഷനാക്കേണ്ട, വരുമ്പോ പറയാന്ന്. വന്നിട്ടുണ്ടാകും. ശിവ നന്ദനെ നോക്കാൻ പോയിട്ടുണ്ട്. പെട്ടെന്ന് ഡോർ തുറന്ന് എല്ലാവരും അകത്തേക്ക് കയറി വന്നു. എന്താ മോളെ പറ്റിയത്? ഒന്നുമില്ല പപ്പ. എണീറ്റപ്പോ എന്തോ തല കറങ്ങുന്ന പോലെ തോന്നി. പിന്നെ ഛർദിക്കാനും വന്നു. ഡോക്ടർ എന്താ പറഞ്ഞു ശിവ? ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് നോക്കിയിട്ട് പറയാന്നാ പറഞ്ഞെ. എല്ലാവരും അവൾക്ക് ചുറ്റും കൂടിയിരുന്നു. അജു ആണ് അവളുടെ അടുത്ത് കയ്യിലൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട്. എന്റെ അജു, അവൾക്കൊന്നുമില്ല. അമ്മയ്ക്ക് അങ്ങനെയൊക്കെ പറയാം. എനിക്ക് ടെൻഷനായിട്ട് വയ്യ. എനിക്ക് നിന്റെ ടെൻഷൻ കുറയ്ക്കാൻ ഞാൻ ഒരു കാര്യം പറയാം. എന്താ മമ്മ? ചിലപ്പോ ഇതൊരു ഹാപ്പി ന്യൂസ് കേൾക്കാനുള്ള ക്ഷീണാവാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ നീ ഒരു മാമനാകാൻ റെഡിയായി നിന്നു എന്ന്. ശിവ ഞെട്ടിയതുപോലെ നച്ചുവിനെ നോക്കി. ബാക്കി എല്ലാവരും ഒരു ചിരിയോടെ ഇരിക്കുന്നുണ്ട്. സത്യമാണോ നച്ചു അമ്മ പറഞ്ഞത്? എനിക്കറിയില്ല അജു. എനിക്കും വീട്ടിൽ നിന്നേ തോന്നിയതാണ് ഇങ്ങനൊരു കാര്യം. പിന്നെ ഉറപ്പില്ലാതെ പറയണ്ടല്ലോ എന്ന് വിചാരിച്ചു. എന്റെ നന്ദിനി, തനിക്ക് എനിക്കെങ്കിലും ഒരു സൂചന തന്നൂടെ? അതിന് ഉറപ്പില്ലല്ലോ ചന്ദ്രേട്ടാ. അതല്ലേ ആരോടും പറയാതിരുന്നേ. എല്ലാരും റിസൾട്ട് വരാൻ ആകാംക്ഷയോടെ നോക്കിയിരുന്നു. സർ, നക്ഷത്ര മാമിനെ നോക്കി ഡോക്ടർ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അവരുടെ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് സ്റ്റാഫ്സിനൊക്കെ എല്ലാവരെയും അറിയാമായിരുന്നു. നന്ദനും ശിവയും കൂടി ഡോക്ടറെ കാണാൻ പോയി. ഹലോ സർ, കയറി വാ. നക്ഷത്രക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് സർ? ഇപ്പൊ കുറച്ച് ബെറ്ററായി. എങ്കിൽ എല്ലാവർക്കും മധുരം വാങ്ങി കൊടുത്തു. രണ്ടാളും മുത്തച്ഛനും അച്ഛനും ഒക്കെ ആവാൻ പോവല്ലേ. രണ്ടാൾക്കും കുറച്ച് സമയത്തേക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു അവസ്ഥയായിരുന്നു. പ്രതീക്ഷിച്ചതാണെങ്കിലും എന്തോ കേട്ടപ്പോൾ ഒരു നിമിഷം ഒന്ന് സ്റ്റക്കായി. എന്താടും രണ്ടാളും ഇങ്ങനെ മിഴിച്ചു നോക്കുന്നേ? സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരവസ്ഥയിലാണ് ഡോക്ടർ ഞങ്ങൾ. എങ്കിൽ പോയി എല്ലാവരോടും പറഞ്ഞു. ഓക്കെ ഡോക്ടർ. പിന്നെ സീറ്റ്സ് ഒക്കെ തരുന്നുണ്ട് കേട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞതാ സാർ. അതൊന്നും സാരമില്ല. ഇത്രയും സന്തോഷമുള്ള കാര്യം അറിഞ്ഞിട്ട് മധുരം കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ കൊടുക്കുന്നേ? നന്ദനും ശിവയും കൂടി നച്ചുവിനെ കിടത്തിയ റൂമിൽ വന്നു. എന്താ നന്ദേട്ടാ ഡോക്ടർ പറഞ്ഞത്? നീ ഒരു മുത്തശ്ശിയാവാൻ പോകുന്നുവെന്ന്. പിന്നെ കുറച്ചു നേരത്തേക്ക് എല്ലാവരും കൂടി നച്ചുവിനെ കെട്ടിപ്പിടിക്കലും ഉമ്മ കൊടുക്കലും ആയിരുന്നു. നച്ചു, എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുടാ. എന്താ പറയാ നിന്നോട്? ഒരുപാട് സ്നേഹം തോന്നുന്ന പോലെ. അപ്പൊ ഇത്രയും നാൾ നിനക്ക് ഇവളോട് സ്നേഹം ഉണ്ടായിരുന്നില്ലേ അജു? അങ്ങനെയല്ല അമ്മ, നമുക്കൊരു കുഞ്ഞോ വരുമല്ലേ, അതാ. പണ്ടൊക്കെ ഞങ്ങൾ രണ്ടുപേരും എത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയൂ ഒരു വാവയെ. നിങ്ങൾക്ക് ഓർമ്മയില്ലേ പണ്ട് വാശി പിടിച്ചതൊക്കെ? ഡാ മോനെ, അന്നത്തെ അവസ്ഥയും ഞങ്ങൾക്ക്. എന്റെ അമ്മയെ ഞാൻ കുറ്റപ്പെടുത്തിയതൊന്നും അല്ല. എനിക്കറിയാം നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്തായിരുന്നു എന്നൊക്കെ. അതല്ലേ ഞങ്ങൾ പിന്നെ അതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നേ. ഇപ്പൊ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ സ്വന്തമായി എന്റെ നച്ചുവിനൊരു വാവ വരുന്നു എന്ന് കേട്ടപ്പോൾ എനിക്കറിയില്ല സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന്. ശിവേട്ടാ, താങ്ക്സ് ആൻഡ് കൺഗ്രാറ്റ്സ്. ശിവ എല്ലാം കണ്ട് ഒരു ചിരിയോടെ അവളെ തന്നെ നോക്കി നിന്നു. വാ, നമുക്കൊക്കെ ഡ്യൂട്ടിക്ക് കയറാം. ശിവയുണ്ടല്ലോ മോളുടെ കൂടെ. എന്റെ നച്ചു, ഞാൻ കരുതി ഇന്ന് മൊത്തം ഞാൻ അവരെല്ലാം കൂടി നിന്നെ സ്നേഹിക്കുന്നത് നോക്കി നിൽക്കേണ്ടി വരുമെന്ന്. ഇതിന്റെ ഒരു ലോജിക്കാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്താ ദേവേട്ടൻ ഇത്ര മനസ്സിലാവാത്ത കാര്യം? അല്ല, ഞാനും കൂടി ഉള്ളത് കൊണ്ടാണല്ലോ നീ ഇപ്പൊ ഗർഭിണിയായത്. എന്നിട്ട് ആരെങ്കിലും എന്നെ സ്നേഹിച്ചോ? എല്ലാവരുടെയും പെരുമാറ്റം കണ്ടാ തോന്നുന്നു നിനക്ക് ദിവ്യഗർഭം ഉണ്ടായതാണ്. ആകെ എന്നെ ഒന്ന് പരിഗണിച്ചത് അജു മാത്രമാണ്. എന്റെ ദേവേട്ടാ, ഇങ്ങനെയൊക്കെ ഓരോന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാണ്? നച്ചു, നീ ഹാപ്പിയാണോ? ആണോന്നോ? എത്രമാത്രം സന്തോഷമുണ്ടെന്ന് പറയാൻ എനിക്ക് അറിയില്ല. നമ്മളൊരു കുഞ്ഞിനെ ആഗ്രഹിച്ചു തുടങ്ങിയപ്പോ തന്നെ ദൈവം തന്നില്ലേ ദേവേട്ടാ? ഇനി നമ്മളൊരു അച്ഛനും അമ്മയും ആവാൻ കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ആലോചിക്കുമ്പോ തന്നെ എന്തോ ഒരു തണുപ്പാണ് മനസ്സിലുണ്ടാവുന്നത്. കുഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് മൊത്തം മാറും അല്ലേ നച്ചു? അതൊക്കെ ഒരു സന്തോഷമല്ലേ ദേവേട്ടാ? നച്ചുവിനെ ചേർത്ത് പിടിച്ച് ശിവ കട്ടിലിൽ മെല്ലെ കിടന്നു. ഒരു ഗൈനക്കോളജി ഡോക്ടറെ കണ്ട് നച്ചുവിന് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പിച്ചപ്പോഴാണ് ശിവയ്ക്ക് സമാധാനമായത്. തൽക്കാലം കുറച്ച് വിറ്റാമിൻ ഗുളിക കഴിക്കാനും റെസ്റ്റ് എടുക്കാനും മാത്രമേ പറഞ്ഞുള്ളൂ. കുറച്ച് സമയം കൂടി ഹോസ്പിറ്റലിൽ തന്നെ കിടന്ന് നച്ചുവിന്റെ ക്ഷീണം മാറിയിട്ടാണ് ശിവ അവളെയും കൊണ്ട് വീട്ടിലേക്ക് വന്നത്. വീട്ടിലെത്തിയപ്പോ തന്നെ മുത്തശ്ശി അവളെയും കൊണ്ടുപോയി ഭക്ഷണമൊക്കെ കഴിപ്പിക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിച്ച് രണ്ടാളും കുറച്ചു നേരം കിടന്നു. വൈകുന്നേരം എല്ലാവരും കൂടി തറവാട്ടിലേക്കാണ് വന്നത്. അപ്പുവാണ് വന്നത് മുതൽ നച്ചുവിന്റെ കൂടെ തന്നെയാണ്. നച്ചുമോൾ ഇനി കുറച്ചുനാൾ ഹോസ്പിറ്റലൊന്നും വരാൻ നിൽക്കണ്ട. നല്ല ക്ഷീണം ഉണ്ടല്ലോ. എനിക്കിവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കും പപ്പാ. ഞാൻ വേണേ ചേച്ചിക്ക് കൂട്ടായിട്ട് ഇവിടെ നിൽക്കാം. എന്റെ അപ്പു, മോൾക്ക് എന്നോട് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ സ്നേഹം അധികം പ്രകടിപ്പിക്കാത്തത് കൊണ്ടല്ലേ. എന്റെ അപ്പു, നിനക്ക് ക്ലാസ്സിന് പോകാൻ മടിയാണെങ്കിൽ അത് പറഞ്ഞാ പോരെ. എനിക്ക് മടിയൊന്നുമില്ല. അതിവിടെ എല്ലാവർക്കും ഇപ്പൊ നല്ലോണം മനസ്സിലായി.
ഓ, അല്ലെങ്കിൽ എന്റെ നല്ല മനസ്സ് നിങ്ങൾക്കൊന്നും അറിയില്ലല്ലോ. ഇപ്പൊ എന്തായാലും നിന്റെ നല്ല മനസ്സ് ഞങ്ങൾക്ക് ആവശ്യമില്ല, ഉണ്ടാവുമ്പോ പറയാം കേട്ടോ. എങ്കിൽ പിന്നെ ശിവേട്ടൻ ചേച്ചിക്ക് കൂട്ടായിട്ട് ഇവിടെ ഫുൾ ടൈം നിന്നു. അതൊന്നും വേണ്ട ദേവേട്ട. എങ്കിൽ പിന്നെ മോൾ ഞങ്ങളുടെ കൂടെ ഹോസ്പിറ്റൽ വരട്ടെ. എന്തേലും ക്ഷീണമൊക്കെ തോന്നിയാലും ഞങ്ങളെല്ലാം ഉണ്ടല്ലോ, പിന്നെ ഹോസ്പിറ്റലും അല്ലേ. അങ്ങനെ ചെയ്യാം ദേവേട്ട. നിനക്ക് ഓക്കെ ആണെങ്കിൽ എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല. അങ്ങനെ ആ കാര്യത്തിനൊരു തീരുമാനമായല്ലോ. എന്നാലും എന്റെ അപ്പു നിന്റെ ക്ലാസ്സിൽ പോകാതിരിക്കാനുള്ള ഐഡിയ ആയിട്ടില്ലല്ലോ. അജുവേട്ട, എന്റെ കളിയാക്കിയാലുണ്ടല്ലോ, ഞാൻ ഇന്നു മുതൽ അമ്മയുടെ കൂടെ കിടക്കും. അയ്യോ, ഞാൻ അങ്ങനെ എന്റെ അപ്പുമോളെ കളിയാക്കോ? നമുക്ക് വീട്ടിൽ പോവാം, ഇപ്പൊ തന്നെ നേരം വൈകി. എനിക്കറിയാം അജുവേട്ടാ, നിങ്ങൾ ഈ ഭീഷണി വീഴുമെന്ന്. എന്റെ വീക്ക്നെസ്സിൽ തന്നെ കയറി പിടിച്ച ഞാൻ പിന്നെ വീണല്ലേ പറ്റൂ. ഇനി എന്തേലും പറഞ്ഞ് എന്നെ കളിയാക്കുമ്പോ ഓർത്തോ. ഓ, മോളുടെ പറിച്ചു കേട്ടാ തോന്നും നിനക്ക് പിന്നെ ഇതിലൊന്നും തീരെ ഇൻട്രസ്റ്റ് ഇല്ലെന്ന്. ഇന്നലെ കൂടി ഉറങ്ങിക്കിടന്ന എന്നെ നീയല്ലേടി ഉമ്മ വെച്ച് എണീപ്പിച്ചത്. എന്നിട്ട് നീ എന്നെ പേടിപ്പിച്ചില്ലേടി. എന്റെ അജുവേട്ട, ഒന്ന് പതുക്കെ പറ. ആരേലും കേട്ട എന്റെ മാനം പോവും. ചേച്ചി എങ്ങാനും കേട്ട പിന്നെ അത് മതി കളിയാക്കാൻ. ഞാൻ അതിന് സത്യമല്ലേ പറഞ്ഞത്. ഇത്രയൊക്കെ ചെയ്തിട്ട് നീ ഇപ്പൊ അമ്മയുടെ കൂടെ കിടക്കെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിയില്ലേ. അത് പിന്നെ ഞാൻ ഒരു തമാശക്ക് പറഞ്ഞതല്ലേ. അജുവേട്ടനെ കെട്ടിപ്പിടിച്ച് കിടക്കാതെ എനിക്ക് ഉറക്കം വരില്ലെന്ന് അറിഞ്ഞൂടെ? വെറുതെ കെട്ടിപ്പിടിച്ചാൽ മാത്രം മതിയോ? ഒന്ന് പോയ അജുവേട്ട, എന്നെ ഇങ്ങനെ ഓരോന്ന് പറയാതെ. ഞാൻ എന്റെ സ്നേഹം പ്രകടിപ്പിച്ചതല്ലേ. എന്നും ഇന്നലത്തെ പോലെ പ്രകടിപ്പിച്ചാൽ മതി. അതൊന്നും പറയാൻ പറ്റില്ല, എന്റെ മൂഡ് പോലെ ഇരിക്കും. ദൈവമേ, എന്റെ ഭാര്യയ്ക്ക് എന്നും എന്നെ സ്നേഹിക്കാനുള്ള മൂഡ് നീ കൊടുക്കണേ. ഇപ്പോഴത്തെ മൂഡ് എന്താണെന്നും എല്ലാം നടക്കൂ. ചെറിയൊരു ചാൻസ് ഒക്കെ ഉണ്ട്. എങ്കിൽ പിന്നെ സമയം കളയാതെ നടക്കങ്ങോട്ട്. എല്ലാവരും വീട്ടിലേക്ക് പോയി. തറവാട്ടിൽ ഞങ്ങളും ഉറങ്ങാൻ കിടന്നു. ദേവേട്ട, എന്തോ സന്തോഷം കൊണ്ടാണെന്ന് തോന്നുന്നു ഉറക്കമൊന്നും വരുന്നില്ല. അതെ, ഒരു കാര്യം ഞാൻ മറന്നുപോയി. നീ ഒന്ന് അനങ്ങാതെ കിടന്നേ. അവളുടെ നൈറ്റ് ഡ്രസ്സിന്റെ ടോപ്പ് മെല്ലെ ഉയർത്തി തന്റെ വാവ ഉറങ്ങുന്ന വയർ അവനൊന്ന് നോക്കി. മെല്ലെ ഒരുപാട് സ്നേഹത്തോടെ ഒരു അച്ഛന്റെ ആദ്യ ചുംബനം നൽകി. എനിക്ക് ഇക്കളിയാവുന്നു ദേവേട്ട എന്നും പറഞ്ഞ് നച്ചു ഒന്ന് കുലുങ്ങി ചിരിച്ചു. എന്റെ നച്ചു, നീ എന്റെ കുഞ്ഞിനെ ഒന്ന് സമാധാനമായി ഉറങ്ങാൻ വിടില്ലേ? ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആരായാലും ഉറക്കത്തിൽ നിന്നൊക്കെ എണീക്കും. അതിന് ദേവേട്ടൻ എങ്ങനെ അറിയുക വാവ ഉറങ്ങുവാണെന്ന്? പിന്നെ ഈ രാത്രി ഇനി കുഞ്ഞ് കബഡി കളിക്കാൻ പോവാണോ? അങ്ങനെ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ പോവാനും ചാൻസ് ഉണ്ട്. ദേവേട്ടന്റെ അല്ലേ കുഞ്ഞ്. ഡീ, നീ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ രാത്രി കബഡി കളിക്കാറുണ്ടെന്നല്ലേ? എങ്കിലേ നമ്മൾ രണ്ടും അങ്ങനെ കളിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരാൾ ഇവിടെ നിന്റെ വയറ്റി വന്നത് എന്ന് ഓർമ്മയുണ്ടായാൽ മതി. അയ്യോ, എനിക്ക് വയ്യ എന്റെ ദേവേട്ടാ, ഇനി ബാക്കി കൂടി കേൾക്ക്. ആ സമയത്ത് ഇങ്ങനെയൊന്നും അല്ലല്ലോ മോള് പറയാറ്. അത് പിന്നെ ആ ഒരു മൂഡിൽ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നതല്ലേ. എന്നാലും എന്റെ നച്ചു, ഇന്നലെ കൂടി നീ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ദേവേട്ടാ, ഒരു വട്ടം കൂടി എന്ന് പറഞ്ഞ് ആ ഒരു വോയിസ് ഉണ്ടല്ലോ മോളെ. എന്റെ ദൈവമേ, ഇനി ഞാൻ എത്ര നാൾ ഇങ്ങനെ അതൊക്കെ ഓർത്ത് ജീവിക്കേണ്ടി വരും. ഇനി ഡോക്ടറെ കാണുമ്പോ അതൊക്കെ ഒന്ന് ചോദിക്കണം. എന്റെ ദേവേട്ടാ, എനിക്ക് ഇനിയും അവിടെ വർക്ക് ചെയ്യേണ്ടതാണ്. എന്നെ നാണം കെടുത്തരുത് പ്ലീസ്. നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയും, എന്നിട്ടോ ചില സമയത്ത് എന്റെ പോലും കൺട്രോൾ മൊത്തം കളയുന്നത് നീയല്ലേ. ഇനി എന്തായാലും നമ്മുടെ വാവ വരുന്നത് വരെ ഞാൻ നല്ല കൺട്രോൾ ചെയ്ത് ദേവേട്ടനെയും കൺട്രോൾ വിടാതെ നോക്കിക്കൊള്ളാം, പോരെ? അതൊക്കെ നമുക്ക് സമയം എടുത്ത് ആലോചിക്കാം. ഇപ്പൊ മോൾ ഉറങ്ങാൻ നോക്ക്. ഉറക്കം അധികം ഒഴിക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? മെല്ലെ കണ്ണടച്ച് കിടന്നു, ഉറക്കം വന്നോളൂ. ശിവ അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് കിടത്തി തലയിൽ മെല്ലെ തടവിക്കൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ തന്നെ അവൾ ഉറങ്ങി. രാവിലെ എഴുന്നേറ്റ മുതൽ നച്ചൊരു നല്ല ഛർദിയായിരുന്നു. ശിവ അവളെ വേഗം കയ്യിലെടുത്ത് ബെഡിൽ കൊണ്ട് കിടത്തി. വയറ്റിലുള്ളതെല്ലാം പോയി ദേവേട്ടാ, ഇനി എന്തേലും തിന്നിട്ട് വേണം ഛർദിക്കാൻ. എന്റെ നച്ചു ഒന്നും മിണ്ടായിരിക്കും. ഇതിനിടയിലാണ് അവളുടെ ഒരു കോമഡി. ഡ്രസ്സൊക്കെ മെല്ലെ ചേഞ്ച് ചെയ്ത് അവളെ എടുത്ത് അവൻ താഴേക്ക് ഇറങ്ങി. അമ്മേ, നച്ചുനൊരു ഗ്ലാസ് ചായ. വരുന്നു ശിവ. ഇതെന്താ ആന്റി പാല്? ഇനി മുതൽ രാവിലെയും രാത്രി ഓരോ ഗ്ലാസ് പാല് കുടിക്കണം. എന്റെ ആന്റി, ഇപ്പൊ തന്നെ വയറ്റിലുള്ളത് മുഴുവൻ ഛർദ്ദിച്ചിട്ടാണ് ഞാൻ വരുന്നത്. ഇനി ഈ പാൽ കൂടി കുടിച്ച് പിന്നെ എന്റെ അവസ്ഥ എന്താകുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. പണ്ടേ എനിക്ക് പാൽ ഇഷ്ടമല്ല. എന്തൊക്കെ പറഞ്ഞാലും നീ കുടിച്ചേ പറ്റൂ. ദേവേട്ടാ, എനിക്ക് വേണ്ടാഞ്ഞിട്ടാണ്. എനിക്കിത് കുറച്ച് ബൂസ്റ്റോ ഹോർലിക്സോ ഇട്ട് തന്ന് ഞാൻ കുടിച്ചോളാം. അങ്ങനെയെങ്കിൽ അങ്ങനെ. നന്ദിനി വേഗം പോയി ബൂസ്റ്റ് ഇട്ട് പാൽ കൊണ്ട് കൊടുത്തു. നച്ചു അത് മെല്ലെ കുടിച്ചു. നീ എങ്ങനെയാ നച്ചു ഹോസ്പിറ്റലിൽ പോയി ഇരിക്കുന്നത്? ഇപ്പൊ തന്നെ നിനക്ക് തീരെ വയ്യ. കുറച്ച് കഴിയുമ്പോ ഇതൊക്കെ കുറയും ദേവേട്ടാ. മോൾ പറഞ്ഞത് ശരിയാ ശിവ. രാവിലെയുള്ള ഛർദിയൊക്കെ എന്തായാലും കുറെ മാസങ്ങൾ ഉണ്ടാകും. അതുവരെ മോൾക്ക് വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ. ഇടയ്ക്കൊക്കെ വേണേ റെസ്റ്റ് എടുത്തോട്ടെ. അജു വന്ന് നച്ചുവിനെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയതിനു ശേഷമാണ് ശിവ ഓഫീസിൽ പോയത്. എന്തൊക്കെ പറഞ്ഞാണ് നിന്റെ ദേവേട്ടൻ തന്നെ അയച്ചത്? ഓടിച്ചാടി നടക്കരുത്, സമയത്ത് ഭക്ഷണം കഴിക്കണം, ക്ഷീണം തോന്നിയ റെസ്റ്റ് എടുക്കണം, തീരെ വൈകി ദേവേട്ടനെ വിളിക്കണം. ഇനിയും കുറെ ഉണ്ട്, പറഞ്ഞാ ഇന്നൊന്നും തീരില്ല. ഇതൊക്കെ മോൾക്ക് ഓർമ്മയുണ്ടായാൽ മതി. ഞാനുണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാം. എല്ലാവരും കൂടി എന്നെ നോക്കിയും ഭക്ഷണം കഴിപ്പിച്ച് എന്താകുമോ എന്റെ അവസ്ഥ? കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ പിന്നെ ഈ ക്ഷീണമൊക്കെ കുറയില്ലേ? നമുക്കൊരു കുഞ്ഞുവാവയെ കിട്ടാനല്ലേടി ഇതൊക്കെ. അതാണ് എനിക്കും ഇതൊക്കെ അനുഭവിക്കുമ്പോഴും ഒരു സന്തോഷം. എല്ലാ അമ്മമാരും എന്തൊക്കെ കഷ്ടപ്പാടാണല്ലേ ഒരു കുഞ്ഞിന് വേണ്ടി അനുഭവിക്കുന്നത്. നമ്മൾ അനുഭവിക്കുമ്പോഴേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് മാത്രം.
നീ ഇടയ്ക്കൊക്കെ വെള്ളം കുടിക്കണം കേട്ടോ. അതൊക്കെ എനിക്കറിയാം എന്റെ അജു. നച്ചുവിന്റെ ഛർദിയും മറ്റുള്ളവരുടെ എല്ലാ സ്നേഹത്തോടുള്ള പരിചരണവും ഒക്കെ കൂടി ദിവസങ്ങൾ വളരെ പെട്ടെന്ന് കടന്നുപോയി. ഇപ്പോൾ വയറൊക്കെ വലുതായി 6 മാസമായി. കുഞ്ഞ് അത്യാവശ്യം അനക്കമൊക്കെ ഉണ്ട്. ഛർദി പൂർണ്ണമായും ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതാണ് ആകെയുള്ള നച്ചുവിന്റെ വിഷമം. ആഗ്രഹം തോന്നി എന്തേലും തിന്നാൻ ചിലപ്പോഴൊക്കെ അത് ഛർദിക്കും. എന്നാലും എന്റെ ദേവേട്ട വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി എന്റേത്. അധികം ആൾക്കാർക്കും 4 മാസം വരെ ഒക്കെ ഛർദി ഉണ്ടാകാറുള്ളൂ എന്നല്ലേ ഡോക്ടർ പറഞ്ഞ്. ഇതിപ്പോ 6 മാസം കഴിയാറെ. എന്നിട്ടും അതൊക്കെ ചിലർക്ക് ഉണ്ടാകുമെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ മോളെ? ദേവേട്ടൻ അങ്ങനെയൊക്കെ പറയാം. എനിക്കിപ്പോ നല്ല വിഷമമുണ്ട്. ഞാൻ എത്ര നാളായിട്ട് ആഗ്രഹിച്ചിട്ടാണ് ഉപ്പിലിട്ട മാങ്ങ അജി വാങ്ങി തന്നത്. അതൊക്കെ പോയില്ലേ? ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞല്ലേ പുറത്തുനിന്നൊന്നും കഴിക്കരുതെന്ന്. എന്നിട്ട് ഞാൻ അറിയാതെ അജി നിനക്ക് വാങ്ങി തന്നു. എന്റെ വാവയ്ക്കറിയാം അല്ലടാ, അമ്മ അച്ഛനെ അനുസരിക്കാതെ കഴിച്ചതൊന്നും അവന് വേണ്ടെന്ന്. ദേ കണ്ടോ, അവൻ അപ്പൊ തന്നെ സമ്മതിച്ചു. കുഞ്ഞു ശിവ പറഞ്ഞതിന് നന്നായി ഒന്ന് നച്ചുവിനെ ചവിട്ടിയാണ് ഉത്തരം പറഞ്ഞത്. ഓ, ഇപ്പൊ നിങ്ങൾ രണ്ടാളും ഒന്ന്, ഞാൻ മാത്രം പുറത്തു അല്ലേ? എനിക്ക് എന്റെ അജുവിനെ മതി. ഞാൻ നാളെ തന്നെ അവന്റെ വീട്ടിൽ പോകും, നോക്കിക്കോ. ഞാൻ പോയാൽ നിങ്ങൾ രണ്ടാളും എങ്ങനെ സംസാരിക്കുന്നത് എനിക്കൊന്ന് അറിയണം. ഡി, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. നീ കഴിഞ്ഞ് എനിക്ക് ദേ ഈ വയറ്റിൽ കിടക്കുന്ന ആളോട് പോലും ഇഷ്ടമുള്ളൂ. നീ ഉള്ളത് കൊണ്ടല്ലേടി നമുക്ക് ഈ കുഞ്ഞുവാവയെ കിട്ടിയത്. അപ്പൊ പിന്നെ നിന്നേക്കാൾ കൂടുതൽ ഇഷ്ടം ഉണ്ടാകും. എനിക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം ദേ എന്റെ ഈ നക്ഷത്രാനന്ദൻ എന്ന നച്ചുക്കുട്ടിയോടാണ്. ഞാൻ നിന്നോട് ചെയ്ത എത്ര വലിയ തെറ്റുപോലും ക്ഷമിച്ച് എന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ നിനക്കല്ലാതെ വേറെ ആർക്കും കഴിയില്ല നച്ചു. ദേവേട്ട എന്തിനാ ഇപ്പൊ ഇതൊക്കെ പറയുന്നത്? എന്തോ പറയണമെന്ന് തോന്നി. എന്നാലേ ഇനി അങ്ങനെയുള്ള തോന്നലൊന്നും വേണ്ട. ഞാനും ദേവേട്ടനും നമ്മുടെ വാവയും പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരില്ലേ ചുറ്റും. ഇതിൽ കൂടുതൽ എന്താ നമുക്ക് വേണ്ടത്? എല്ലാവർക്കും ഇപ്പോഴും മെയിൻ പണി വൈകുന്നേരം തറവാട്ടി വന്ന് വാവയോട് സംസാരിക്കലാണ്. തങ്ങൾ പറയുന്ന കേട്ട് കുഞ്ഞതിന് പ്രതികരിക്കുന്നത് കൈ വയറി വെച്ച് അറിയുമ്പോഴുള്ള സന്തോഷം അവരുടെ മുഖത്ത് കാണുന്നത് നച്ചുവിന് ഒരുപാട് ഇഷ്ടമാണ്. അധിക സമയം കൂടെ ഉണ്ടാകുന്ന അജു ആണെന്ന് പറഞ്ഞ് അപ്പു വീട്ടിൽ വന്ന പിന്നെ നച്ചുവിന്റെ അടുത്ത് അവനെ അടുപ്പിക്കില്ല. അജുവേട്ടന് കുറച്ചു സമയം അങ്ങോട്ട് മാറിയിരുന്നൂടെ? ഞാനൊന്ന് ചേച്ചിയുടെ അടുത്തിരിക്കട്ടെ. വാവയോട് ഞാൻ ഇന്ന് ഒന്നും സംസാരിച്ചില്ല. എന്നെ മറന്നു പോകുമോ എന്നാ എന്റെ പേടി. വേറെ ആരെ മറന്നാലും നിന്നെ മറക്കില്ല. അതിന് മാത്രമുള്ള കാര്യങ്ങൾ നീ ഡെയിലി കുഞ്ഞിനോട് പറയുന്നുണ്ടല്ലോ. ഞാൻ പറയുന്നതൊക്കെ കേട്ടിട്ട് കുഞ്ഞിന് കുറച്ചുകൂടി ബുദ്ധിയൊക്കെ ഉണ്ടാകട്ടെ. എന്റെ മോളെ, നിന്റെ സംസാരം കേട്ടിട്ട് എണീറ്റ് ഓടാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് ആ കുഞ്ഞവിടെ കിടക്കുന്നത്. നീ ഇനി അവനെ ഇങ്ങനെ വെറുപ്പിക്കാതെ. പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം നിന്നെ അങ്ങ് ചവിട്ടുന്നത്. എന്റെ ആകെയുള്ള ഏട്ടന്റെ കുഞ്ഞല്ലേ, അപ്പൊ എന്നോടാവും കൂടുതൽ ഇഷ്ടം അല്ലേ ചേച്ചി? പിന്നല്ലാതെ എന്റെ നച്ചുന്റെ കുഞ്ഞാവയ്ക്ക് എന്നോടാണ് കൂടുതൽ ഇഷ്ടം. വൈകുന്നേരം വന്ന മുതൽ രണ്ടാളും തുടങ്ങിയതാണ് കുഞ്ഞിന്റെ പേരും പറഞ്ഞുള്ള ഈ അടികൂടെ. രണ്ടാളും ഒന്ന് നിർത്തൂ. ഇതേ എന്റെ നച്ചുന്റെ കൂടി കുഞ്ഞല്ലേ, അപ്പൊ ഏറ്റവും ഇഷ്ടം ഞങ്ങളോടാവും അല്ലേടി ഭാര്യയെ. ഞാൻ ഒന്നും പറയുന്നില്ല. എനിക്ക് നിങ്ങളുടെ ഇടയ്ക്കിടെ നടിയൂടെ. ശിവേട്ടാ, ഞാനല്ലേ കുഞ്ഞിന്റെ ഒരേ ഒരു അപ്പച്ചി. എന്നിട്ടാണോ എന്നോട് ഇഷ്ടമില്ലെന്ന് പറയുന്നത്? നിന്നോട് ഇഷ്ടമില്ലെന്ന് ഞാൻ പറഞ്ഞോ? കൂടുതൽ ഇഷ്ടം ഞങ്ങളോടാണെന്നാണ് പറഞ്ഞത്. ആയിക്കോട്ടെ, നിങ്ങൾ കഴിഞ്ഞ എന്നോട് അജുവേട്ടനും ആവില്ലേ കൂടുതൽ ഇഷ്ടം? അത് പിന്നെ ഉറപ്പല്ലേ. അവന്റെ മമ്മയുടെ എല്ലാം അല്ലേ നിന്റെ ഈ അജുവേട്ടൻ. അപ്പൊ പിന്നെ കുഞ്ഞിന് ഞങ്ങൾ പേരിടാം അല്ലേ? അതൊക്കെ നമുക്ക് ഇയാളൊന്ന് പുറത്തോട്ട് വന്നിട്ട് ആലോചിച്ചാ പോരെ. രാത്രി എല്ലാവരും തറവാട്ടിൽ നിന്നാണ് അന്ന് ഭക്ഷണം കഴിച്ചത്. നന്ദ, മോളുടെ 7ാം മാസത്തെ ചടങ്ങ് നടത്തിയാലോ? അതിനുള്ള സമയമായോ അമ്മേ? ഇവിടെയൊക്കെ 7ാം മാസം തുടങ്ങുമ്പോ തന്നെ നടത്താറുണ്ട്. മോളുടെ ചടങ്ങ് കഴിഞ്ഞാലും ഇവിടെ തന്നെ നിന്നാ പോരെ? അന്നൊരു ദിവസം ചടങ്ങ് നടത്തി മോളെ വീട്ടിൽ കൊണ്ടുപോയി പിറ്റേന്ന് വന്നാ മതിയല്ലോ. അത് മതി അമ്മേ. ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് എന്തായാലും ഇപ്പോഴേ ലീവ് എടുക്കാനൊന്നും പറ്റില്ലല്ലോ. പ്രസവത്തിന് അടുപ്പിച്ച് നാൻസി ലീവ് എടുക്കാന്നാ കരുതുന്നത്. അതാ നല്ലത്. എനിക്ക് കുഞ്ഞിനെയൊക്കെ നോക്കാൻ ആളുണ്ടാകുമല്ലോ. ഒരാഴ്ചയ്ക്ക് ശേഷം നച്ചുവിന് 7ാം മാസം തുടങ്ങും. അന്ന് തന്നെ ചെറിയ രീതിയിൽ ഒരു ചടങ്ങും ബേബി ഷവറും നടത്താമെന്ന് എല്ലാവരും കൂടി തീരുമാനിച്ചു. എല്ലാവരും പിന്നീടുള്ള ദിവസങ്ങളൊക്കെ അതിനുള്ള കാര്യങ്ങൾ സെറ്റാക്കാനുള്ള തിരക്കായിരുന്നു. നച്ചുവിന് മാത്രം ഒന്നും അറിയാതെ ഒരിടത്തിരുന്ന് മുത്തശ്ശിമാർ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കലാണ് പണി. 2 മുത്തശ്ശിമാരും കൂടി പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ അന്ന് തൊട്ട് തുടങ്ങിയതാണ് നച്ചുവിന്റെ പരിചരണം. ആയുർവേദ മരുന്നുകൾ കൊണ്ടുള്ള ലേഹ്യങ്ങൾ കഴിപ്പിക്കലും പച്ച മരുന്നൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിപ്പിക്കലും ഒക്കെ അതിൽപ്പെടും. എന്റെ ശിവ, നിന്റെ ചില സമയത്ത് ചിന്ത കണ്ടാ തോന്നും ലോകത്ത് ആദ്യമായിട്ട് ഗർഭിണിയാവുന്നത് നിന്റെ ഭാര്യയാണെന്ന്. ലോകത്തെ എല്ലാവരുടെയും ഭാര്യ ഗർഭിണിയായിട്ടുണ്ടാവും. പക്ഷെ എന്റെ നച്ചു ആദ്യമായിട്ടാണല്ലോ അജയ ഗർഭിണിയാവുന്നത്. സോ എനിക്ക് അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ? അതിനവൾക്ക് കുഴപ്പമൊന്നുമില്ല. എല്ലാം ഇതുവരെ നോർമൽ ആണെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. പിന്നെന്തിനാ നിനക്ക് ഇത്ര പേടി? എനിക്ക് തന്നെ അറിയില്ല അതിന്റെ കാരണം. നച്ചുവിനെ പോലും ഇല്ല ഇത്രയും പേടി. നീ കുറച്ച് ഡേയ്സ് അവളുടെ കൂടെ തന്നെ നിൽക്ക്. ഇവിടത്തെ വർക്ക് പ്രഷറൊക്കെ കുറഞ്ഞാൽ തന്നെ നിനക്ക് സമാധാനം കിട്ടും. ഇപ്പോഴാണെങ്കിൽ വലിയ തിരക്കൊന്നും ഇല്ലല്ലോ. ഞാനും അങ്കളും കൂടി എല്ലാം മാനേജ് ചെയ്തോളാം. നീ ഫംഗ്ഷന് അമ്മയും അനിയത്തെയും കൂട്ടി നേരത്തെ വന്നോണം തറവാട്ടിലേക്ക്. അതൊക്കെ ഞാൻ വന്നോളാം. നീ പോവാൻ നോക്ക്. നാളെയാണ് ഫംഗ്ഷനൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാ സെറ്റിംഗ്സും അജുവും ശിവയും അപ്പു അജയനും ഒക്കെ കൂടിയാണ് ചെയ്തത്.
പുറത്തു നിന്ന് ആരെയും ഒന്നിനും ഏൽപ്പിക്കാതെ തങ്ങളുടെ വാവയുടെ ചടങ്ങൊക്കെ തങ്ങൾക്ക് തന്നെ ചെയ്യണമെന്ന് എല്ലാവർക്കും നിർബന്ധമായിരുന്നു. രാവിലെ എഴുന്നേറ്റ് നച്ചുവിനെ രണ്ടും മുത്തശ്ശിയും ചേർന്ന് മഞ്ഞളും കുഴമ്പും ഒക്കെ തെച്ച് ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ചു. നാൻസിയും നന്ദിനിയും സീതയും ചേർന്ന് സാരി ഉടുപ്പിച്ച് ആഭരണങ്ങളൊക്കെ അണിയിച്ച് കല്യാണ പെണ്ണിനെ പോലെ അണിയിച്ചൊരുക്കി. ശിവയെയും നച്ചുവിനെ ഒന്നിച്ചിരുത്തി എല്ലാവരും പലഹാരങ്ങളൊക്കെ വായിൽ വെച്ചു കൊടുത്തു. എല്ലാവരും കൂടി ഉച്ചയ്ക്ക് നച്ചുവിന് ഇഷ്ടപ്പെട്ട സദ്യയും പായസവും ഒക്കെ ഉണ്ടാക്കി ഒന്നിച്ചിരുന്ന് കഴിച്ചു. ആ ഡ്രസ്സിൽ നച്ചുവിന്റെയും ശിവയുടെ ഒന്നിച്ചുള്ള ഫോട്ടോസും ബാക്കിയുള്ളവരൊക്കെ കൂടി ഉള്ള ഫോട്ടോസും എടുത്തു. പിന്നെ എല്ലാവരും കൂടി നച്ചുവിന്റെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി. വൈകുന്നേരം അവിടെ വെച്ചാണ് ബേബി ഷവറിന്റെ പരിപാടിയൊക്കെ. അവിടെ ഒരു കുഞ്ഞു സ്റ്റേജും അതിനുള്ള അലങ്കാരങ്ങളും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നച്ചുവും ശിവയും വേഗം തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു. അപ്പവും അജുവും കൂടി കേക്ക് കൊണ്ടുവച്ചു. രണ്ടാളും ചേർന്ന് മുറിച്ച് പരസ്പരം വായി വെച്ച് കൊടുത്തു. പിന്നീട് എല്ലാവരുടെയും വക കേക്ക് മുറിച്ച് കൊടുക്കൽ കഴിഞ്ഞതോടെ രണ്ടാളുടെയും വയർ നിറഞ്ഞ അവസ്ഥയായി. എന്തായാലും മാവയ്ക്ക് കേക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നും. ഛർദ്ദിച്ചൊന്നും ഇല്ലല്ലോ. അപ്പു, നീ അത് ഓർമ്മിപ്പിക്കല്ലേ? വീണ്ടും കുറെ ഫോട്ടോസൊക്കെ എടുത്തു. എന്റെ ശിവേട്ടാ, ഞാൻ പറയുന്ന പോലെയൊക്കെ നിൽക്ക്. അല്ലാതെ ഇത് നിങ്ങളുടെ കല്യാണ ദിവസമല്ല ഇങ്ങനെ റൊമാൻറ്റിക് പോസൊക്കെ ഇട്ട് നിൽക്കാൻ. എങ്കിൽ പിന്നെ നീ തന്നെ പറ എങ്ങനെയാ നിൽക്കേണ്ടതെന്ന്. രണ്ടാളും കൂടി വയറി കൈ ചേർത്ത് നിൽക്കും. എത്ര ദിവസമായി ഞാൻ ഇതൊക്കെ ഗൂഗിളിൽ നോക്കി വെച്ചിട്ടെന്ന് അറിയോ? ഇനിതേ ഈ ഷൂ രണ്ടാളും ഒന്ന് പിടിച്ചേ. ഇതൊക്കെ നീ വാങ്ങിച്ചോ? പിന്നില്ലാതെ പാവ വന്നു കഴിയുമ്പോ ആദ്യത്തെ ഗിഫ്റ്റ് ഒക്കെ എന്റെ വകയാണ് ശിവേട്ടാ, അത് മറക്കരുത്. നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ പോരെ. അപ്പുവിന്റെ ഐഡിയ പോലെ എല്ലാവരും കൂടി ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുത്തു. രാത്രിയിലേക്ക് എല്ലാവരും കൂടി അടിപൊളി ബിരിയാണി കൂടി ഉണ്ടാക്കി കഴിച്ചു. അന്നൊരു ദിവസം നച്ചവും ശിവയും പപ്പയുടെയും അമ്മയുടെയും കൂടെ അവിടെ നിന്ന് ബാക്കിയുള്ളവരൊക്കെ മടങ്ങിപ്പോയി.